ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ കുടിക്കുന്ന പാനീയം ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഒരേയൊരു പേരായിരിക്കും: കൊക്കക്കോള. ഒരു സാധാരണ സോഫ്റ്റ് ഡ്രിങ്ക് എന്നതിലുപരി കൊക്കക്കോള ഒരു ആഗോള പ്രതിഭാസമായി മാറിയത് എങ്ങനെയാണ്? ഒരു ചെറിയ ഫാർമസിയിൽ നിന്ന് തുടങ്ങി ലോകം മുഴുവൻ കീഴടക്കിയ ഈ പാനീയത്തിന്റെ അത്ഭുതകരമായ കഥ നമുക്ക് നോക്കാം. 1886 മെയ് 8-ന് ജോർജിയയിലെ അറ്റ്ലാന്റയിലാണ് കൊക്കക്കോളയുടെ ജനനം. ഡോക്ടർ ജോൺ സ്റ്റിത്ത് പെമ്പർട്ടൺ എന്ന ഫാർമസിസ്റ്റ് ആയിരുന്നു ഇതിന്റെ ശില്പി. അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിൽ ഒരു വാൾമുറിവേറ്റതിനെ തുടർന്ന് മോർഫിൻ ആസക്തി കടുമയായിരുന്ന പെമ്പർട്ടൺ അതിൽ നിന്ന് മോചനം നേടാൻ ഒരു പുതിയ ഔഷധ പാനീയം കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം കൊക്കക്കോളയുടെ ആദ്യ രൂപം വികസിപ്പിച്ചത്. തുടക്കത്തിൽ ഇത് തലവേദന, വിഷാദം, ദഹനക്കേട് എന്നിവയ്ക്കുള്ള ഒരു ബ്രെയിൻ ടോണിക്കായാണ് വിപണനം ചെയ്തത്. ബുക്ക് കീപ്പറായിരുന്ന ഫ്രാങ്ക് എം റോബിൻസൺ ആണ് കൊക്കക്കോള എന്ന അവിസ്മരണീയമായ പേര് നിർദ്ദേശിച്ചത്. 2 C അക്ഷരങ്ങൾ പരസ്യത്തിൽ നന്നായി കാണപ്പെടും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആശയം. റോബിൻസൺ സ്വന്തമായി രൂപകൽപ്പന ചെയ്ത സ്പെൻസേറിയൻ സ്ക്രിപ്റ്റ് ലോഗോ പിന്നീട് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ വ്യാപാര മുദ്രകളിൽ ഒന്നായി മാറി. ആദ്യ വർഷം പ്രതിദിനം ഏകദേശം 9 പാനീയങ്ങൾ മാത്രമാണ് വിറ്റഴിഞ്ഞത്. കണ്ടുപിടുത്തത്തിന്റെ വലിയ വാണിജ്യ സാധ്യതകൾ ഡോക്ടർ പെമ്പർട്ടൺ പൂർണ്ണമായും തിരിച്ചറിഞ്ഞില്ല. 1888-ൽ അദ്ദേഹം മരിക്കുന്നതിന് തൊട്ടുമുമ്പ് കൊക്കക്കോളയിലെ തന്റെ ശേഷിക്കുന്ന താൽപ്പര്യം പ്രാദേശിക വ്യവസായിയായ ആസ ജി കാൻഡ്ലർക്ക് വിറ്റു. 1892-ൽ കാൻഡ്ലർ കൊക്കക്കോള കമ്പനി സ്ഥാപിച്ചു. കാൻഡ്ലറുടെ ദീർഘവീക്ഷണമുള്ള നേതൃത്വത്തിൽ കൊക്കക്കോള ഒരു പ്രാദേശിക ടോണിക്കിൽ നിന്ന് ഒരു പ്രമുഖ നാഷണൽ ബ്രാൻഡായി മാറി. സൗജന്യ പാനീയങ്ങൾക്കുള്ള കൂപ്പണുകൾ വ്യാപകമായി വിതരണം ചെയ്തതും ചുവരുകളിൽ വരച്ച പരസ്യങ്ങൾ, നാപ്കിനുകൾ, പെൻസിലുകൾ എന്നിവ തുടങ്ങി വിവിധതരം വസ്തുക്കളിൽ പരസ്യം ചെയ്തതും ഇതിന് സഹായിച്ചു. 1895 ആയപ്പോഴേക്കും അമേരിക്കയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കൊക്കക്കോള വിൽക്കാൻ തുടങ്ങി. തുടക്കത്തിൽ സിറപ്പ് രൂപത്തിൽ മാത്രം വിറ്റിരുന്ന കൊക്കക്കോള 1899-ൽ ബോട്ടിൽ ചെയ്യാനുള്ള അവകാശം ബെഞ്ചമിൻ എഫ് തോമസിനും ജോസഫ് ബി വൈറ്റ്ഹെഡിനും $1 വിറ്റതോടെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി. ഈ തീരുമാനം ബ്രാൻഡിന്റെ ആഗോള വ്യാപനത്തിന് വഴിതിരിച്ചു. 1906-ൽ കാനഡ, ക്യൂബ, പനാമ എന്നിവിടങ്ങളിലും 1912-ൽ ഫിലിപ്പീൻസിലും 1919-ൽ യൂറോപ്പിലും ബോട്ട്ലിംഗ് ആരംഭിച്ചു. കോളയുടെ ജനപ്രീതി വർദ്ധിച്ചതോടെ അനുകരണ ഉൽപ്പന്നങ്ങളും വർദ്ധിച്ചു. ഇതിനെ ചെറുക്കാൻ 1915-ൽ ഒരു പുതിയ കുപ്പി ഡിസൈനിനായി ഒരു നാഷണൽ മത്സരം ആരംഭിച്ചു. ഇരുട്ടിൽ തൊട്ടറിയാനോ നിലത്ത് തകർന്നു കിടക്കുമ്പോൾ തിരിച്ചറിയാനോ കഴിയുന്നത്ര വ്യതിരിക്തമായ ഒരു കുപ്പിയായിരിക്കണമെന്നായിരുന്നു നിർദ്ദേശം. റൂട്ട് ഗ്ലാസ് കമ്പനി കൊക്കോ ബീനിന്റെ രൂപത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഐതിഹാസികമായ കോണ്ടൂർ കുപ്പി വികസിപ്പിച്ചു. ഈ കുപ്പി 1955 വരെ കൊക്കക്കോളയുടെ ഏക പാക്കേജിംഗ് ആയി തുടർന്നു. ലോകമഹായുദ്ധം കൊക്കക്കോളയുടെ ആഗോള വ്യാപനത്തിന് ഒരു ഉത്തേജകമായി വർത്തിച്ചു. US ഗവൺമെന്റിന്റെ അഭ്യർത്ഥന പ്രകാരം പ്രസിഡന്റ് റോബർട്ട് വുഡ്രഫ് ഓരോ അമേരിക്കൻ സൈനികനും 5 സെന്റിന് ഒരു കൊക്കക്കോള ലഭിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു. ഇത് ലോകമെമ്പാടുമുള്ള 64 പോർട്ടബിൾ ബോട്ടിലിംഗ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിലേക്ക് നയിച്ചു. 5 ബില്യണിലധികം കൊക്കക്കോള കുപ്പികൾ സൈനികർക്ക് വിതരണം ചെയ്തു. ഉപഭോക്തൃ പരിഗണനകൾ മാറുന്നതിനനുസരിച്ച് കമ്പനി ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണം ആരംഭിച്ചു. 2ാം ലോകമഹായുദ്ധത്തിനിടെ ജർമ്മനിയിൽ ഫാൻഡ ഉത്ഭവിച്ചു. 1961-ൽ സ്പ്രൈറ്റ് പുറത്തിറക്കി. 1963-ൽ കൊക്കക്കോള അതിന്റെ ആദ്യത്തെ ഡയറ്റ് സോഫ്റ്റ് ഡ്രിങ്കായ ടാബ് അവതരിപ്പിച്ചു. 1982-ൽ ഡയറ്റ് കോക്ക് പുറത്തിറക്കിയത് ഒരു സുപ്രധാന കണ്ടുപിടുത്തമായിരുന്നു. ഇത് ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ ലോ കാലറി സോഫ്റ്റ് ഡ്രിങ്കായി മാറി. കോളയുടെ പരസ്യങ്ങൾ എപ്പോഴും സാംസ്കാരിക മനോഭാവത്തെ പ്രതിഫലിച്ചു. 1931-ൽ ഹാഡൻ സൺബ്ലോമിന്റെ സാന്റാക്ലോസ് ചിത്രീകരണങ്ങളോടുകൂടിയ ക്രിസ്മസ് പരസ്യ ക്യാമ്പയിനുകൾ ആരംഭിച്ചു. ഇത് ആധുനിക സാന്റാക്ലോസ് രൂപത്തിന് വലിയ സംഭാവനകൾ നൽകി. 1971-ലെ ഐ വുഡ് ലൈക്ക് ടു ബൈ ദ വേൾഡ് എ കോക്ക് എന്ന പരസ്യം ഒരു അന്താരാഷ്ട്ര സംവേദനമായി മാറി. ഇത് ആഗോള ഐക്യദാർഢ്യത്തെക്കുറിച്ചുള്ള ശക്തമായ സന്ദേശം നൽകി. ഒളിമ്പിക് ഗെയിംസ് 1928 മുതൽ, ഫിഫ വേൾഡ് കപ്പ് 1978 മുതൽ തുടങ്ങിയ പ്രധാന അന്താരാഷ്ട്ര ഇവന്റുകളുമായി കൊക്കക്കോള ദീർഘകാല ബന്ധങ്ങൾ സ്ഥാപിച്ചു. മിനിറ്റ് മെയ്ഡ്, തംസപ്പ്, ഇങ്ക കോള തുടങ്ങിയ പ്രാദേശിക ബ്രാൻഡുകളെ ഏറ്റെടുത്ത് കൊക്കക്കോള അതിന്റെ പോർട്ട്ഫോളിയോ വികസിപ്പിച്ചു. എന്നാൽ ഈ വിജയഗാഥ വെല്ലുവിളികളില്ലാത്തതായിരുന്നില്ല. സമീപ ദശകങ്ങളിൽ ആരോഗ്യകരമായ ആശങ്കകളും പ്ലാസ്റ്റിക് മാലിന്യത്തെക്കുറിച്ചുള്ള വിമർശനങ്ങളും കാരണം കൊക്കക്കോള കാര്യമായ സമ്മർദ്ദം നേരിട്ടു നിന്നു. പഞ്ചസാരയുടെ ഉപയോഗം, അമിതവണ്ണം, പ്രമേഹം എന്നിവയുമായുള്ള ബന്ധം ഉപഭോക്താക്കളെ മധുരമുള്ള പാനീയങ്ങളിൽ നിന്ന് അകറ്റി. ഇതിനു മറുപടിയായി കൊക്കക്കോള കുറഞ്ഞ കാലറി അല്ലെങ്കിൽ കാലറി രഹിത ഓപ്ഷനുകൾ ഉൾപ്പെടെയുള്ള പാനീയങ്ങളുടെ വിശാലമായ ശൃംഖല വാഗ്ദാനം ചെയ്തു.
പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ കാര്യത്തിൽ കൊക്കക്കോള കടുത്ത വിമർശനം നേരിടുന്നുണ്ട്. തുടർച്ചയായ 6 വർഷമായി കമ്പനിയെ ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാസ്റ്റിക് മലിനീകരണകാരി എന്ന് തിരിച്ചറിയപ്പെട്ടു. 2024 ഡിസംബറിൽ കൊക്കക്കോള 25% റീസൈക്കിൾഡ് പാക്കേജിംഗ് എന്ന ലക്ഷ്യം ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. പകരം റീസൈക്കിൾ ചെയ്ത വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനും ഒറ്റത്തവണ ഉപയോഗിക്കുന്ന കുപ്പികൾ ശേഖരിക്കുന്നത് മെച്ചപ്പെടുത്തുന്നതിനും ഫോക്കസ് ചെയ്യാം. ഈ വെല്ലുവിളികളെ നേരിടാൻ കൊക്കക്കോള ഉൽപ്പന്ന നവീകരണത്തിലും പുനർനിർമ്മിതിയിലും കാര്യമായ നിക്ഷേപം നടത്തുന്നുണ്ട്. പ്രീമിയം ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കുകയും പ്രാദേശിക രുചിക്കനുസരിച്ച് ഉൽപ്പന്നങ്ങൾ മാറ്റിയെഴുതുകയും ചെയ്യുന്നു. പരമ്പരാഗത TV അധിഷ്ഠിത മാർക്കറ്റിംഗ് മോഡലിൽ നിന്ന് ഡിജിറ്റൽ ഫസ്റ്റ് സമീപനത്തിലേക്ക് മാറിക്കൊണ്ട് AI പോലുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഉപഭോക്താക്കളുമായി കൂടുതൽ വ്യക്തിപരമായി ബന്ധപ്പെടാനും അവർ ശ്രമിക്കുന്നു. ലളിതമായ ഔഷധ ടോണിക്കിൽ ആരംഭിച്ച് ഒരു ആഗോള പാനീയ സാമ്രാജ്യമായി മാറിയ കൊക്കക്കോളയുടെ യാത്ര അതിന്റെ ശ്രദ്ധേയമായ പൊരുത്തപ്പെടാനുള്ള കഴിവ്, തന്ത്രപരമായ ദീർഘദൃഷ്ടി, നിലനിൽക്കുന്ന ആകർഷണം എന്നിവയുടെ ആഴത്തിലുള്ള തെളിവാണ്. ലോകമെമ്പാടും 7 ലക്ഷത്തിലധികം പേർക്ക് തൊഴിൽ നൽകുകയും 200-ലധികം രാജ്യങ്ങളിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്യുന്ന ഒരു ഭീമൻ കമ്പനിയാണിത്. ആരോഗ്യകരമായ ആശങ്കകളും പാരിസ്ഥിതിക വെല്ലുവിളികളും നിലനിൽക്കുമ്പോഴും കൊക്കക്കോളയുടെ കഥ, കണ്ടുപിടുത്തം, സംരംഭകത്വം, ആഗോളവൽക്കരണം, മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ഒരു ബ്രാൻഡ് എങ്ങനെ നിലനിൽക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു കേസ് സ്റ്റഡിയാണ്. കോളയുടെ ഈ യാത്രയെക്കുറിച്ച് നിങ്ങൾക്കെന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഇത്തരം വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.